IPL രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു. അനിൽ, ഇന്നും വാശിയേറിയ ഒരുപക്ഷെ കാണികൾ വളരെ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന മത്സരമാണ് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. രണ്ടാം ക്വാളിഫയർ ആരാണ്? അത് രാജസ്ഥാൻ റോയൽസ് ആണോ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണോ? ഇന്ന് അറിയാൻ പോകുന്ന മത്സരമാണ്. ആവേശം എത്രത്തോളമുണ്ട്? തീർച്ചയായും മത്സരം അങ്ങേയറ്റം ആവേശകരമായ ഒരു മത്സരം തന്നെയാണ്. ഫൈനലിലേക്ക് കൊൽക്കത്തയെ നേരിടാൻ ആരാണ് പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയോടെയാണ് ആരാധകരെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. ചെന്നൈ ചെക്പോക്കിൽ പതിവായി നിറഞ്ഞു കവിയുന്ന ആരാധകർ കാണികളായി ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം കുറച്ച് ആരാധകരൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുമ്പ് ചെന്നൈയുടെ മത്സരത്തിനൊക്കെ വന്നപ്പോൾ ഈ റോഡിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു കാഴ്ചയില്ല. എങ്കിലും സഞ്ജുവിൻ്റെ ആരാധകരായ കുറച്ച് ആളുകളുണ്ട്. ഒപ്പം തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് കുറച്ചുകൂടി ആരാധകരെന്ന് തോന്നുന്നു. ഞാൻ കുറേയൊക്കെ തേടി പിടിച്ച് കൊടുവിൽ കുറച്ച് മലയാളി ആരാധകരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സഞ്ജുവിൻ്റെ സപ്പോർട്ടേഴ്സാണ്. ഇന്ന് സഞ്ജുവിന് ജയിച്ച് കയറാൻ പറ്റുമോ? തീർച്ചയായിട്ടും ജയിച്ച് കയറും. സഞ്ജുവിന് ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങളെ ഉണ്ടാവും. ഇവിടെ തന്നെയാണോ താമസം അതോ കളി കാണാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്നതാണ്. എവിടെ സ്ഥലം? പാലക്കാട് നിന്ന് വന്നതാണ്. പാലക്കാട്. എന്താ സഞ്ജുവിന് ഇടയ്ക്കൊന്ന് പതറിപ്പോയി, പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ചു. സഞ്ജുവിൻ്റെ കരിയറിൽ IPL ഏറ്റവും നല്ല IPL ആയിട്ടാണിത്. 500+ സ്കോറുണ്ട്. ഏറ്റവും നല്ല സീസണായിട്ട് തന്നെയാണ് ഇത്. ഇത്തവണ ഫൈനൽ കയറും, കപ്പടിക്കും. 22-ൽ കപ്പടിക്കാൻ പറ്റിയിട്ടില്ല, ഇത്തവണ അടിക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായും ഇപ്രാവശ്യം സഞ്ജു കപ്പ് നേടുമെന്ന് തന്നെ പ്രതീക്ഷ. തീർച്ചയായും. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? സഞ്ജു കപ്പടിക്കുന്നതാണ് പ്രതീക്ഷ. സഞ്ജുവിന് വേണ്ടി എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ കൊണ്ട്. എന്താ രാജസ്ഥാൻ ആരാധകരല്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, CSK ഫാനാണ്. പിന്നെ CSK കയറാത്തതുകൊണ്ട് ആസ് യൂഷ്വലി മലയാളി എന്ന നിലയിൽ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. സെക്കൻഡ് ഫേവറേറ്റ് ടീം രാജസ്ഥാൻ തന്നെയാണ്. തുടക്കം മുതലേ രാജസ്ഥാനാണ്. ഫസ്റ്റ് സീസൺ 2008 സ്റ്റാർട്ട് ചെയ്ത മുതലേ രാജസ്ഥാൻ്റെ ഫാനാണ്. പ്രാവശ്യം സഞ്ജുവിൻ്റെ രീതിയിൽ സെമി വരെ എത്തിയതിൽ അങ്ങേയറ്റം സന്തോഷം. സഞ്ജുവിന് എന്നൊരു റെക്കോർഡ് കാത്തിരിപ്പുണ്ട്. അതായത് ഇന്ന് സഞ്ജു ജയിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ രാജസ്ഥാന് സമ്മാനിച്ച ക്യാപ്റ്റൻ, അതായത് ഇതിഹാസ ക്യാപ്റ്റനായ അല്ലെങ്കിൽ സ്പിന്നർ ആയിട്ടുള്ള ഷെയ്ൻ വോണിനെയാണ് മറികടക്കാൻ സാധിക്കുക. സഞ്ജുവിന് സാധിക്കാതെ? തീർച്ചയായും കൊൽക്കത്തയുമായിട്ടുള്ള ഫൈനലിന് ഉറപ്പായിട്ടും രാജസ്ഥാൻ ഉണ്ടാവും. ഈ വേൾഡ് കപ്പ് മത്സരത്തിനൊക്കെ പോകുമ്പോൾ സഞ്ജുവിന് ഒരുപക്ഷെ ഈ ട്രോഫി ഭയങ്കര അധികം ഉപകരിക്കുന്നതാണ് തോന്നുന്നത്. തീർച്ചയായും സഞ്ജുവിൻ്റെ ഒരു സപ്പോർട്ട് ആയിരിക്കും സഞ്ജുവിന്. ഈ ഇതോടെ ഫൈനലിൽ നേടുമ്പം സഞ്ജുവിന് തീർച്ചയായിട്ടും വളരെ ഒരു ആത്മവിശ്വാസം കൂടും വേൾഡ് കപ്പിലോട്ട് പോകുമ്പം. ആളെണ്ണം ഇവിടേക്ക് നോക്കുമ്പോൾ കൂടുതൽ ഹൈദരാബാദ് ആരാധകരാണ്. പക്ഷെ അത് നമ്മുടെ അയൽപ്പക്കമാണ് തമിഴ്നാട്. എന്നിരുന്നാൽ പോലും അത് എന്തെങ്കിലുമൊക്കെ തിരിച്ചടിയാവോ? ഇല്ല, കളിയിലാണ് കാര്യം, ആരാധകരിലുള്ള കാര്യം. ഞങ്ങൾ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫുൾ ടൈം അവിടെ തന്നെ കാണും. പറഞ്ഞതുപോലെ കളിയിൽ ആണ് കാര്യം. ഈ ആരാധകരുടെ കുറേ ഇതിലൊന്നുമില്ല. സ്റ്റേഡിയത്തെ നിശബ്ദനാക്കാൻ പോവുകയാണ് ലക്ഷ്യമെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് ഹൈദരാബാദ് ആരാധകരുടെ കൂടി പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. What are your expectations? My expectations was today Travis Head was smashed the ground and the Pat Cummins captaincy was very super and excellent. Yeah. He gone for 2 decks in last 2 matches. Today he is going to score 100. We are going into final today. What about Pat Cummins? Sir, he bowls very good today, I think. Today Rajasthan batsmen are going to shed. The flight is waiting to Rajasthan Royals. We will Okay. stay here. Our SRH team will stay here. We will play final with KKR. വലിയ പ്രതീക്ഷയിലാണ് ഹൈദരാബാദ് ആരാധകർ. അവർ പറയുന്നത് ഫൈനലും ഇവിടെ തന്നെ വെച്ച് നടക്കുന്നത്. അപ്പോൾ അടുത്ത 26-ാം തീയതിത്തെ ഫൈനലിൽ ഹൈദരാബാദ് ഇവിടെ തന്നെ കാണും. പക്ഷേ രാജസ്ഥാൻകാർ ഇന്ന് ഫ്ലൈറ്റ് കയറുന്നതാണ് പറയുന്നത്. എന്താവുമെന്ന് കണ്ടറിയാം. പക്ഷേ മലയാളി ആരാധകർ പറയുന്നു ഇന്ന്, അല്ലെങ്കിൽ രാജസ്ഥാൻ്റെ ആരാധകർ പറയുന്നു സഞ്ജുവിനാണ് സാധ്യത, സഞ്ജുവിൻ്റെ ഫാൻസിനാണെന്ന്. ഇതേ നോക്കുമ്പോൾ ഒരു അപൂർവ കാഴ്ച, 2 രാജസ്ഥാൻ്റെ ഫാൻസും ഉണ്ട്, ഒപ്പം തന്നെ ഹൈദരാബാദ് ഫാൻസിൽ. യു ആർ വെരി ഫ്രണ്ട്സ് ബട്ട് എനിമീസ് ഇൻ ഗ്രൗണ്ട്. No, not like that. Not like that. What are your expectations? Can Rajasthan win today? Yeah, we expect some, but what we don't know. After the match only we see what happened. Do you think Hyderabad win today? Hyderabad win today. അടുത്ത 2 സുഹൃത്തുക്കളാണ്, പക്ഷേ 2 ജേഴ്സിയൊക്കെ വേറെ ഇട്ടിരുന്ന ഹൈദരാബാദിൻ്റെയും രാജസ്ഥാൻ്റെയും ഒരു കൗതുക കാഴ്ചയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹൈദരാബാദിനാണ് കാണുമ്പോൾ കൂടുതൽ ഫാൻസ്. ഇപ്പോൾ ആരാധകരെയൊക്കെ കയറ്റി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ വേറെ കുറച്ച് കൗതുകം കാണുന്നത് ഇതുപോലെ ധോണി ആരാധകരായ കുറേ ആളുകളെ കാണും. ധോണി ചെന്നൈ പ്ലേ ഓഫിൽ കിടക്കാനായിട്ടില്ല, പക്ഷേ ഇപ്പോഴും ജേഴ്സിയൊക്കെ ഇട്ട് വരുന്നുണ്ട്. ആദ്യം സപ്പോർട്ട് ഉണ്ടല്ലോ. അടുത്ത വർഷം ധോണി വരും, 2 വർഷം വരും ധോണി.
ധോണി റിട്ടയർ ചെയ്യുന്നൊക്കെ ചില അഭ്യൂഹം. നെവർ 2 വർഷം കളിക്കും. 2 വർഷം കൂടെ കളിക്കാം. അപ്പോൾ എന്നാലും സപ്പോർട്ടിന് ഒരു കുറവുണ്ട്. പക്ഷേ ശരിക്കും ചെന്നൈയുടെ മാച്ചിന് കൂടെ വരുമ്പോൾ വലിയ ആരാധകരാണ്, പക്ഷേ ആള് കുറവാണ്. അത് മെന്റലി കുറച്ച് ശരി അനിൽ, ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ 2ാം ക്വാളിഫയർ ആരാണ് ഈ IPL എന്നറിയാം. രാജസ്ഥാൻ റോയൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം രാത്രി 7:30 ചെന്നൈയിൽ ആരാധകർ എത്തി തുടങ്ങിയിരിക്കുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് അനിൽ വാസുദേവ് പോയത്.